അൽഹംദുലില്ലാ മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ ഇന്നൊരു ആടിൻ്റെ അടർച്ചി വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതൊക്കെ നല്ലോണം കഴുകിങ്ങാണ്ട് തൊലി കളഞ്ഞാണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുക്കുന്നത് കുരുമുളകാണ് കേട്ടോ, നാടൻ കുരുമുളകാണ് കണ്ടോ. ഏകദേശം ഒരു ഇത്ര സ്പൂണ് പറഞ്ഞാൽ 2 സ്പൂണ് 2.5 3 സ്പൂണിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകും കേട്ടോ. കുറച്ച് എരിവുണ്ടായിക്കോട്ടെ വിചാരിച്ചാൽ നല്ല മഴ പെയ്തപ്പോഴേന് അടർച്ചി കൊടുന്നിയത് കേട്ടോ. പിന്നെ ജീരകം, ചെറിയ ജീരകമല്ലേ, നല്ല ജീരകം, അതും ഏകദേശം ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇത്രയാണ് ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തത്. ഒരു കൈക്കണക്കാണ് കേട്ടോ, പിന്നെ സ്പൂണിൽ അന്നിട്ടൊന്നുമില്ല. അങ്ങനെ അതും ഇട്ട് കൊടുത്തു കണ്ടോ. ആ കുരുമുളക്, നാടൻ കുരുമുളക്, അതും ഇട്ട് കൊടുത്തു. അങ്ങനെ എന്നിട്ട് നല്ലോണം ആ ഇഞ്ചി കഷ്ണമല്ലേ അത് വരണ്ടിങ്ങാണ്ട്, അത് തൊലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് അത് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ലോണം അടിച്ചുകൊണ്ട് അവിടെ വെച്ചു കേട്ടോ. അതാണ് നമ്മളെ ഇറച്ചി, ആട്ടിറച്ചി. അത് ചെമ്പട്ടിക്ക് കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുത്താണ്. വീഡിയോ ഒറ്റക്കാണ് കേട്ടോ എടുക്കുന്നത്, അതുകൊണ്ട് ട്രൈപ്പോഡിലായിട്ടേ കൈ കൊണ്ടാണ്, കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അതാണിതിങ്ങനെ ക്ലിയർ ഇല്ലാത്തത്. ഏതായാലും പിന്നെ ഇതെടുത്തു. പിന്നെ ഇറച്ചി ഞാൻ നല്ലോണം കഴുകിങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-8 പ്രാവശ്യം കഴുകിയിരിക്കണം കേട്ടോ. പക്ഷേ ഞാനിത് മുഴുവൻ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ലല്ലോ. അതിന് നല്ലോണം കഴുകിങ്ങാണ്ട് പിന്നെ ഒരു കൊട്ടയ്ക്ക് വാരി വെച്ചു, ഇറച്ചി കൊട്ടയ്ക്ക്, ഓട്ടക്കൊട്ടയ്ക്ക് വാരി വെച്ചുങ്ങാണ്ട് വെള്ളം തോരാൻ വേണ്ടിങ്ങാണ്ട് വെച്ച് ഒന്ന് നല്ലോണം കഴുകിങ്ങാണ്ട് വീണ്ടും കഴുകിങ്ങാണ്ട് പിന്നെ ഇറച്ചി ഇതിലേക്ക് ഊറ്റി വെച്ചു. വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും വെച്ച് നോക്കിക്കണോ ഇറച്ചി? പിന്നെ ഇത് ഫുള്ള് കാണിക്കാൻ കഴിഞ്ഞില്ല. ഇറച്ചി വെച്ചുങ്ങാണ്ട് തീമക്കിട വരെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് എനിക്കൊരു സ്ഥലം വരെ പോവാണ്ടേ. ഞാൻ വന്നപ്പോൾ ഇതിന് പിന്നെ കുക്കറൊക്കെ തുറന്ന് മക്കൾ ഇറച്ചിയൊക്കെ എടുത്തുങ്ങാണ്ട് ഭക്ഷണം കഴിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് അധികമായിട്ട് കാണിച്ചിട്ടുമില്ല. ഏതായാലും തീമക്കണമൊക്കെ കാണിച്ചു തരാം. ഞാനിങ്ങനെയാണ് വെക്കൽ, നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കൊണ്ടിട്ടോ. ഇറച്ചിട്ടുമ്പോൾ പണ്ടത്തെ വെപ്പാണ്, അറിയാവോ, ഉള്ളിയും തക്കാളിയൊന്നും ഇടാത്ത വെപ്പാണ്. എന്നിട്ട് പിന്നെ ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തു. കുക്കറിലാണ് വെച്ചത്. എനിക്കൊരു സ്ഥലം വരെ പോകാണ്ടായപ്പോൾ ഞാൻ അല്പം കുക്കറിൽ തീ വെച്ചതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പൊടികളായി വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, വല്ലാത്തൊരു പൊടിയും ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് ഉപ്പും കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലോണം കൈ വെച്ച് നല്ലോണം ഇളക്കി കൊടുത്തു. എന്നിട്ട് ലേശം കരിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ ഞാൻ അധികം വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആ മിക്സിൻ്റെ ജാറൊന്ന് ചുറ്റിങ്ങാണ്ടതിൽ പറഞ്ഞിനി, അല്ലാതെ ഒന്നും അധികം വെള്ളം ഉപയോഗിച്ചിട്ടില്ല കണ്ടോ. നാടൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുക്കർ അടച്ചു വെച്ചു. പിന്നെ ഒരു 6 വിസിൽ വരെ വേവിച്ചെടുത്തു. ഇങ്ങനെ ഇറച്ചിയൊക്കെ ഉഷാറാ. അത്ര തന്നെ ഉള്ളൂ കേട്ടോ.